ഈ പരിശോധന ആരംഭിച്ചപ്പോൾ മുതൽ AAPയുടെ പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഇപ്പോഴും പ്രവർത്തകരുടെ ഒരു പ്രവാഹം ഉണ്ടോ? ഏത് തരത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? അഭിലാഷ, ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമായും. കാരണം ഇത് കഴിഞ്ഞ 2 മണിക്കൂറായി ED ഉദ്യോഗസ്ഥർ കെജ്രിവാളിന്റെ വീട്ടിലുണ്ട്. 8-അംഗ സംഘം കെജ്രിവാളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏറ്റവും ഒടുവിൽ കോടതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, അറസ്റ്റ് അടയില്ല തീരുമാനം വന്ന ശേഷമാണ് കെജ്രിവാൾ ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നത് എന്നുള്ളത് പ്രധാനമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ വരെ അറസ്റ്റിലായ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് കെജ്രിവാൾ ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. വലിയ പോലീസ് സന്നാഹം ഡൽഹിയിലുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. AAP പ്രവർത്തകർ BJP ആസ്ഥാനത്ത് വരെ ഇത്തരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സംവിധാനം പോലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അറസ്റ്റ് ഉണ്ടാകും എന്ന് കെജ്രിവാളിന്റെ സ്റ്റാഫിനെ നേരത്തെ തന്നെ ED ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനിടെ അറസ്റ്റ് ഒഴിവാക്കാനായി പല വിധത്തിലുള്ള കോടതി നടപടികളുമായി കെജ്രിവാളുമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അപ്പോഴും ആം ആദ്മി പാർട്ടിയും കെജ്രിവാളുമായി ബന്ധപ്പെട്ട പ്രവർത്തകരും അറസ്റ്റ് ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥർ 2 മണിക്കൂർ ഈ വസതിയിൽ ചെലവഴിച്ചു, ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ വലിയ സന്നാഹം കെജ്രിവാളിന്റെ വസതിയിലും ഡൽഹിയിലുടനീളം വിന്യസിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയിലെ മന്ത്രി സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള AAP നേതാക്കൾ വീട്ടിലെത്തിയിരുന്നു. പക്ഷെ അവർക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ED ഉദ്യോഗസ്ഥർ കൈമാറിയിരുന്നില്ല. നിയമസംഘവും അവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നടന്ന സംഭവം ഈ അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചന തന്നെയാണ്. പക്ഷെ അപ്പോഴൊക്കെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട സൂചനകൾ ഒരു തരത്തിലും ഈ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഡൽഹിയിൽ പ്രചരിച്ചിരുന്നു. ഡൽഹിയിലെ മുഖ്യമന്ത്രി തന്നെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകുന്ന ഇപ്പോൾ തന്നെയാണ്. സുപ്രീം കോടതി തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഇതോടൊപ്പം തന്നെ നാഷണൽ ഡെസ്കിൽ നിന്ന് MJ മിഥുൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, അറസ്റ്റ് ചെയ്തു എന്നത് നേരത്തെ AAP നേതാക്കൾ തന്നെ പ്രതികരിച്ച പശ്ചാത്തലമുണ്ട്. ഇനി കോടതിയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഡേറ്റകൾ എന്താണ് പങ്കുവയ്ക്കാൻ പറ്റുന്നത്? അഭിലാഷ്, ഇപ്പോൾ തന്നെ അടിയന്തരമായി കേസ് പരിഗണിക്കുന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത. ഇതിൽ നേരത്തെ തന്നെ നമുക്കറിയാം, ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ ED സംഘം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുന്ന ആ വേളയിൽ തന്നെ ആം ആദ്മി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. അടിയന്തരമായി തന്നെ കേസ് പരിഗണിക്കുന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തടയണമെന്നുള്ള ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വയ്ക്കുകയും. അതായത് മിഥുൻ, ഈ സുപ്രീം കോടതിയുടെ അടിയന്തര സിറ്റിംഗ് ഇപ്പോൾ നടക്കും എന്നാണോ AAPയുടെ പ്രതികരണം? തീർച്ചയായും അവരുടെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ്. അതായത് അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, അടിയന്തരമായി ഇത്തരത്തിൽ നേരത്തെയും സുപ്രീം കോടതി ഇത്തരത്തിൽ പല കേസുകളിലും അടിയന്തരമായി സിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയെ യാതൊരു തെളിവും കൂടാതെ രാഷ്ട്രീയപ്രേരിതമായി അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ കോടതിയുടെ അടക്കം ഇടപെടൽ അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയം തന്നെയാണ്. നിരവധി ഇന്നത്തെ ആ കേസിൽ പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, അറസ്റ്റിൽ സ്റ്റേ ഇല്ല എങ്കിൽ പോലും അത് വിസമ്മതിച്ചു എങ്കിൽ പോലും തന്നെ ഏപ്രിൽ 21-ന് ഈ കേസ് പരിഗണിക്കാമെന്നുള്ള നിലപാടായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത് പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിന് എന്തായാലും കോടതി നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. റൈറ്റ്, അതാണ് ഇനി കോടതിയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ, ഇമ്മീഡിയറ്റ് സിറ്റിംഗിന് കോടതി തയ്യാറാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നിരവധി AAP പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് സമീപം തടിച്ചുകൂടിയ പശ്ചാത്തലമുണ്ടാകുന്നു. സെർച്ച് വാറന്റുമായി ED എത്തിയപ്പോൾ തന്നെ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർ നിലകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ കീഴിലുള്ള അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 9 തവണ അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം കോടതിയിൽ കാണാമെന്ന നിലപാടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയിൽ നൽകിയ ഹർജി
ഹൈക്കോടതി നൽകിയ ഹർജി കോടതി പരിഗണിച്ചത്. എന്നാൽ അതിൽ അറസ്റ്റ് തടയുവാനുള്ള നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആണ്, അതായത് ഇനി ഏപ്രിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുക. അതിനിടയിൽ ആണ് വളരെ പെട്ടെന്ന് ഏപ്രിൽ 22-ന് വാദം കേൾക്കാം എന്ന് കോടതി വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കൈറ്റും മനോജ് ജെയിനും അടങ്ങുന്ന ബെഞ്ച് ആയിരുന്നു ഏപ്രിൽ 22-ലേക്ക് ഹർജി മാറ്റിയത്. ഈ ഒരു സമയത്താണ് അടിയന്തരമായി ED എത്തുകയും സെർച്ച് വാറന്റുമായി എത്തുകയും അങ്ങനെ പരിശോധന നടത്തുകയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. വലിയ പ്രതിഷേധം രാജ്യതലസ്ഥാനത്ത് അലയടിക്കുകയാണ്. AAP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘടിതമായ ഒരു രൂപമോ കൃത്യമായ നേതൃത്വമോ ഇല്ല എങ്കിൽ പോലും യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. തുടർച്ചയായി AAP ഭരണത്തിൽ എത്തുന്ന സംവിധാനമാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് ഡൽഹിയിൽ ഉള്ളത് എന്നത്